വിജയത്തിലെ ഇന്നത്തെ ശ്രദ്ധാകേന്ദ്രം PV അൻവറാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അന്തിമ നിമിഷം അൻവർ മത്സര രംഗത്തേക്ക് കടന്നു വന്നതോടെ ചിത്രം പ്രവചനങ്ങൾക്ക് അതീതമായിരിക്കുകയാണ്. ശക്തമായ ത്രികോണ മത്സരമാകും ഇനി നിലമ്പൂരിൽ നടക്കുക. പരമാവധി ഇടത് വോട്ടുകളെ ഏകോപിപ്പിച്ച് സ്വരാജും പരമ്പരാഗത വോട്ടുകളെ കൂടെ നിർത്തി UDFും വ്യക്തിപ്രഭാവം കൊണ്ട് വോട്ടുകൾ നേടി അൻവറും കളം നിറയുമ്പോൾ ആര് ജയിക്കുമെന്നത് പ്രവചനങ്ങൾക്ക് അതീതമാണ്. മമതാ ബാനർജി ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന് ഒരു ഭീഷണിയാണ്. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിലും മമതയുടെ വാശിയുണ്ടെന്നാണ് കേൾക്കുന്നത്. മമതയ്ക്ക് വാശി കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിനോടാണ്. ബംഗാളിൽ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും നേർക്കുനേരാണ്. അവിടെ കോൺഗ്രസും CPM പിന്നെയും അടുപ്പത്തിലാണ്. മമതയ്ക്ക് ശത്രുത അഖിലേന്ത്യാ നേതൃത്വത്തിനോടാണെങ്കിൽ അൻവറിന് ശത്രുത പ്രതിപക്ഷ നേതാവ് VD സതീശനോട് മാത്രമാണ്. ഒരുപക്ഷെ സതീശൻ നേതൃത്വത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ അൻവർ മത്സര രംഗത്തേക്ക് പോലും കടന്നു വരില്ലായിരുന്നു. അൻവർ കോൺഗ്രസുമായും UDFുമായും ഇടയുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ചില നിലപാടുകൾ കൊണ്ടാണ്. തുടക്കം മുതൽക്കേ അൻവറിനെ അംഗീകരിക്കാത്ത സമീപനമായിരുന്നു സതീശന്റേത്. KC വേണുഗോപാലിനെ കാണുന്നതിന് വേണ്ടി അൻവർ ശ്രമിച്ചപ്പോഴും അതിന് തടസ്സം നിന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണെന്നാണ് അൻവർ പറയുന്നത്. പരമാവധി വാതിലുകളിലും മുട്ടിയ ശേഷമാണ് ഒടുവിൽ മത്സരിക്കുമെന്ന തീരുമാനത്തിലേക്ക് അൻവർ എത്തുന്നത്. അൻവർ മത്സരിക്കുന്നതിന്റെ പഴി ഇപ്പോൾ കേൾക്കേണ്ടി വന്നിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശന് മാത്രമാണ്. കോൺഗ്രസിൽ സതീഷിന്റെ പതനം ആഗ്രഹിക്കുന്നവരും അൻവറിന്റെ ചില ആരോപണങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. ഇപ്പോഴും അൻവർ മുൻ KPCC പ്രസിഡന്റ് K സുധാകരനെയും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെയും തള്ളാതെയാണ് സംസാരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെ മാത്രം അൻവർ കുറ്റപ്പെടുത്തുന്നത്. വെറുമൊരു കുറ്റപ്പെടുത്തലല്ല അൻവർ നടത്തുന്നത്. രാഷ്ട്രീയമായും വ്യക്തിപരമായും കടന്നാക്രമണമാണ് സതീശന് നേരെ അൻവർ ഉയർത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമീപനത്തെ പിണറായിസം എന്ന് പറയുമ്പോൾ സതീശന്റെ സമീപനങ്ങളെ ഹിറ്റ്ലറിസം എന്നാണ് അൻവർ വിശേഷിപ്പിക്കുന്നത്. സതീശന്റെ വാശി നിലമ്പൂരിൽ UDFനെ ഒന്നാകെ പരാജയപ്പെടുത്തുമെന്നും അൻവർ പറയുന്നു. ആര്യാടൻ ഷൗക്കത്തിനെയും അൻവർ കടന്നാക്രമിക്കുന്നുണ്ട്. തങ്ങൾ കുടുംബത്തെ ഉൾപ്പെടെ തള്ളി പറഞ്ഞ ഷൗക്കത്ത് ഒരു കാരണവശാലും വിജയിക്കില്ലെന്ന് അൻവർ തറപ്പിച്ചു പറയുന്നു. അതേസമയം ഷൗക്കത്തിന് പകരം VS ജോയി ആയിരുന്നെങ്കിൽ വിജയ സാധ്യത ഉണ്ടായിരുന്നുവെന്നും അൻവർ പറയുന്നുണ്ട്. അൻവർ മത്സരിക്കുവാൻ താല്പര്യമുണ്ടെന്നും എന്നാൽ അതിന് തയ്യാറാകാത്തത് സാമ്പത്തികമായി ഒന്നും കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ ആവശ്യമായി പണം നൽകാമെന്ന് മമത ഉറപ്പ് നൽകിയതായി നമുക്കറിയുവാൻ കഴിയുന്നു. ഇതോടെയാണ് രണ്ടും കൽപ്പിച്ച് അൻവർ മത്സര രംഗത്തേക്ക് കടന്നു വരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള കൂറ്റൻ റാലിയിൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പങ്കെടുക്കുമെന്നും അറിയുന്നു. ഒരുപക്ഷെ ആ റാലി കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു അധ്യായം തന്നെ തീർക്കുന്നതാകും. ഈ തെരഞ്ഞെടുപ്പിന്റെ അന്തിമഫലം PV അൻവറിന്റെ വിജയമാണെങ്കിൽ മമതാ ബാനർജി എന്ന ദേശീയ നേതാവിന് കേരളത്തിലേക്കുള്ള എൻട്രി കൂടിയാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. കുറെ കാലമായി കേരളത്തിലേക്ക് ഒരു എൻട്രി ആഗ്രഹിച്ചിരിക്കുന്ന ദേശീയ നേതാവാണ് മമതാ ബാനർജി. ബംഗാളിലെ അവരുടെ ആജന്മ ശത്രു CPM ആണ് ഇവിടെ അധികാരത്തിലുള്ളത്. ബംഗാളിലെ ഇടതുഭരണത്തെ തകർത്തു തരിപ്പണമാക്കി അധികാരം പിടിച്ചയാളാണ് മമത. കേരളത്തിലും അത് അനായാസം കഴിയുമെന്ന് മമത തിരിച്ചറിയുന്നുണ്ടാവും. ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസിനോട് വലിയ താല്പര്യമൊന്നും കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കില്ല. ഭരണപക്ഷം എത്രത്തോളം കൊള്ളില്ല അത്രത്തോളം തന്നെ പ്രതിപക്ഷവും കൊള്ളില്ല എന്ന അഭിപ്രായമാണ് നാട്ടുകാർക്ക് ഏറെയും. ആ അഭിപ്രായങ്ങളെ കൃത്യമായി കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയാക്കി പുതിയൊരു അധ്യായം കുറിക്കുവാൻ ഒരുപക്ഷെ മമത ശ്രമിച്ചാൽ കഴിഞ്ഞേക്കാം. അങ്ങനെ വരുമ്പോഴും ആത്യന്തികമായി ആദ്യം തകർന്നഴിയുന്ന പാർട്ടി ഇവിടെ കോൺഗ്രസ് മാത്രമാകും. അങ്ങനെ കോൺഗ്രസിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി നിലമ്പൂർ മാറുമോ എന്ന സംശയമാണ് പലർക്കുമുള്ളത്. അങ്ങനെ വന്നാൽ അതിന്റെ ഉത്തരവാദിയായി വിലയിരുത്തപ്പെടുക VD സതീശൻ മാത്രമാകും.